മട്ടന്നൂർ ആശുപത്രിയിൽ സീരിയൽ നടിയുടെ പരാക്രമം. മലയാള സീരിയൽ രംഗത്ത് സജീവമായ ഒരു നടി മട്ടന്നൂരെ ഒരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ രാത്രിയിൽ അവരെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ തോന്നി. അവർ വളരെ വയലൻ്റായി. അവരെ കൂടെ താമസിച്ചവർ മട്ടന്നൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ അവർ വളരെ വയലൻ്റായിട്ട് പെരുമാറി, പരാക്രമം കാണിക്കാൻ തുടങ്ങി. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല. എങ്കിലും നഴ്സുമാരും ഡോക്ടർമാരും നിരന്തരം ചോദ്യം ചെയ്യൽ അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അമിതമായി ഡ്രഗ്സ് കഴിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ അവർക്ക് ചികിത്സിക്കാനായിട്ടും മരുന്ന് കൊടുക്കാനൊക്കെ ശ്രമിച്ചപ്പം അതെല്ലാം തട്ടിക്കയറി. അവർ പെട്ടെന്ന് വയലൻ്റ് ആയതുകൊണ്ട് മട്ടന്നൂർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അവരെ കീഴ്പ്പെടുത്താൻ നോക്കി. ജീവനക്കാരും നഴ്സുമാരും ഡോക്ടറും പോലീസും കൂടെ ചേർന്ന് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അവർ വളരെ വയലൻ്റ് ആയിക്കൊണ്ടിരുന്നു. എന്തായാലും പോലീസ് എത്തി അവരെ ഒന്ന് അടക്കി നിർത്തിയ ശേഷം അവരെ കോഴിക്കോട് മാനസിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സ്ഥിരമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്നൊരു സീരിയൽ നടിയാണ് ഇവർ. അത് എൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു. അമിതമായി എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നു. അവർ താമസിക്കുന്ന ആ ലോഡ്ജിലെ സഹപ്രവർത്തകരും അതിനോടൊപ്പം താമസിച്ചിരുന്നവരുമാണ് ഇവരുടെ ഈ വയലൻ്റ് നേച്ചർ കണ്ടത്. എന്തായാലും ഇപ്പം കോഴിക്കോട് മാനസിക ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ നടികളും സിനിമാ നടന്മാരും സീരിയൽ നടികളും ഒക്കെ ഈ ഡ്രഗ്സ് അടിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് 2-3 സീരിയൽ നടിമാർ തിരുവനന്തപുരത്ത് വാഹനം ഓടിച്ച് ഡ്രഗ്സ് അടിച്ച് വാഹനം ഓടിച്ചു, മദ്യപിച്ച് വാഹനം ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ സീരിയൽ നടികൾ പലരും അമിതമായ മദ്യപാനത്തിലേക്കും ഡ്രഗ്സിലേക്കും സഞ്ചരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരുടെ മാനസികമായ അസ്വാസ്ഥ്യം കൊണ്ടാകാം ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതുപോലൊരു സംഭവം നമ്മൾ ഓർമ്മയിലെത്തുന്ന കൊട്ടാരക്കരയിലെ ആശുപത്രിയിലാണ്. അവിടെ ചെറുപ്പക്കാരിയായ പാസ്സായ അധികം നാൾ ആയിട്ടില്ലാത്ത ഒരു MBBS ഡോക്ടർ വന്ദന ദാസ് അവിടെ ഡ്രഗ്സ് അടിച്ച് വയലൻ്റായ ഒരാളെ പോലീസ് നാട്ടുകാരും എല്ലാം പറഞ്ഞ് ഒരു ടീച്ചറാണ്, 42 വയസ്സേ ഉള്ളൂ, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അയാളുടെ വൈഫും കുട്ടികളൊക്കെ പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും സന്ദീപ് എന്ന അയാൾ 42 വയസ്സുകാരനെ നാട്ടുകാരും പോലീസിൽ അറിയിച്ച് അയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസ് ചിട്ടങ്ങാണ്ട് എഴുതിക്കുന്ന സമയത്ത് ഇയാൾ വയലൻ്റായി. ആശുപത്രിയിലെ നഴ്സിംഗ് റൂമിൽ പ്രശ്നം ഉണ്ടാക്കി. അവിടെ ഇറങ്ങിയിരുന്നവരെല്ലാം ഓടി. ഇയാളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല സെക്യൂരിറ്റിക്കാരന് ചില 1-2 പേർക്ക് പരിക്കേറ്റു. സെക്യൂരിറ്റിക്കാരെ പിടിക്കാൻ ശ്രമം അടുത്ത മുറിയിൽ ഇരുന്ന ഡോക്ടർ വന്ദനയാണ്. അവിടെ ചെന്നു അവരെ ഉപദ്രവിച്ചു. അവസാനം അവരെ മാരകമായി പരിക്കേൽപ്പിച്ചു. ആ കുട്ടി മരണമടഞ്ഞതായിട്ട് നമുക്കറിയാം. സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സന്ദീപിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യത്തിന് ശ്രമിച്ച് ഇതുവരെ ലാബിൽ ലഭിച്ചിട്ടില്ല. കേരളത്തിലെ പല ആശുപത്രിയിൽ ഇതുപോലെയുള്ള രോഗികൾ വയലൻ്റ് ആകുന്നുണ്ട്. എല്ലാ രംഗത്തുമുള്ള കോളേജ് കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികളും ഉദ്യോഗസ്ഥർ, സമൂഹത്തിലെ പലരും, അറിയപ്പെടുന്ന ആൾക്കാർ പലരും ഡ്രഗ്സിന് വിധേയമായി. അത് കൂടുതൽ ഉപയോഗത്തിൽ അവർ കൂടുതൽ വയലൻ്റായ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ വളരെയധികം ആൾക്കാർ ഈ ഡ്രഗ്സിന് വിധേയമായി വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഡ്രഗ്സ് അടിച്ചതിന് ശേഷം 2 വീലറിലൊക്കെ സഞ്ചരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അമിത വേഗത്തിൽ പോയി അപകടത്തിൽ ചാടി അവരും മരണപ്പെടുന്നു നമ്മൾ കാണുന്നുണ്ട്. അവർ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു ഒരു ലൈവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ പെട്ടെന്ന് കയറ്റി ആളുടെ ഇടയിൽ കൂടെ 2 വീലർ ഓടിച്ചു പോയി. ഒരു സ്ത്രീയെ ചെന്ന് ഇടിച്ചു, അവരും മരണപ്പെട്ടു. അപ്പോൾ പൊതുവെ കേരളത്തിലെ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിക്കൂടി അനുദിനം കൂടിക്കൂടി വരുന്നു. അത്
സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തും എല്ലാ രംഗത്തും വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും പലരും കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് ഉപയോഗിക്കുന്നു. ഇതിന് ഒരു തടയിടാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അനുദിനം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഹനങ്ങളിൽ മദ്യപിച്ച് വാഹനം അമിത വേഗത്തിൽ ഓടിക്കുന്നു. അതേസമയം ഡ്രഗ്സ് അടിച്ചിട്ട് വാഹനം ഉപയോഗിക്കുന്നു. ദൈനംദിനം 4-5 പേര് കേരളത്തിൻ്റെ റോഡുകളിൽ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മരണത്തോട് മാത്രമല്ല, ധാരാളം പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. വാഹന അപകടത്തിൽ അമിത വേഗത്തിൽ പോയി ഓടിച്ച് മറ്റു വണ്ടിയുടെ വടിച്ചെന്ന് ഇടിക്കുകയും അങ്ങനെ മരണപ്പെടുന്ന ധാരാളം പേര്. ഒറ്റയ്ക്ക് റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നവരെയും വണ്ടി ഇടിച്ച് മരണപ്പെടുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡ്രഗ്സിൻ്റെ അമിത ഉപയോഗം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കേരളം നാശത്തിലേക്കാണ് പോകുന്നത്. ദൈനംദിന മരണങ്ങൾ കൂടുന്നു. ഡ്രഗ്സിന് വിധേയമാകുന്നവരെ ട്രീറ്റ്മെൻറ്റ് ധാരാളം പേരൊക്കെ വരുന്നു. അതേസമയം ഡ്രഗ്സ് ഉപയോഗിച്ച് വാഹനം ഓടിച്ച് ധാരാളം പേര് മരണപ്പെടുന്നു. ഡ്രഗ്സിൻ്റെ ഉപയോഗം ദൈനംദിനം വർദ്ധിക്കുന്നത് ഇവിടെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് ധാരാളം ഡ്രഗ്സുകൾ MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ധാരാളം ഡ്രഗ്സ് നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും എക്സൈസും പോലീസും വളരെയധികം കിലോഗ്രാം തൂക്കമുള്ള MDMA വരെ പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്നില്ല. ഈ അപകടത്തിന് ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എണ്ണം ദൈനംദിനം കൂടിക്കൂടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ സാമൂഹ്യ അവബോധം ഇനി ഉയരേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.